ഹലോ ഗൈസ്, അപ്പം നമ്മളെ തുമ്പിക്കുട്ടീനെ ഒന്ന് ഒരുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ഉടുപ്പൊക്കെ എടുത്ത് കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ആളെ ഒന്ന് ഒരുക്കി റെഡിയാക്കാനുള്ള ഒരു പാടാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ആളാണെങ്കിൽ ദേഷ്യം പിടിച്ചിട്ടാണ് നോക്കുന്നത്, എന്തിനാ അപ്പോൾ ഇങ്ങനെയൊക്കെ ഉടുപ്പൊക്കെ ഇടുന്നത് എന്നുള്ള മട്ടിലാണ്. ഇപ്പോൾ തീരെ ഒന്നിനും സമ്മതിക്കില്ല. അപ്പോൾ ഞാൻ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഉടുപ്പിട്ടാൽ നമുക്ക് ഉടുപ്പിട്ട് ടാറ്റ പോകാമെന്നൊക്കെയാണ് ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ടാറ്റ കൊണ്ടുപോകാമെന്നൊക്കെ പറയും. ടാറ്റ പോകാനൊക്കെ ആൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഏകദേശം ഇങ്ങനെയൊക്കെ ഒപ്പിച്ചിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അങ്ങനെ വലിയ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. എല്ലാം എടുത്ത് ഉടുപ്പൊക്കെ തട്ടി മാറ്റാൻ നോക്കുന്നുണ്ട്. പിന്നെ എങ്ങനെയൊക്കെയോ ഞങ്ങൾ ഒപ്പിച്ചിട്ട് ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ ആളുടെ ഉടുപ്പൊക്കെ ഇട്ട് സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു പൊട്ടൊക്കെ തൊട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ആളെ കയ്യിൽ കൺമഷി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെയോ ആളെ ഒന്ന് ഏകദേശം ഒന്ന് സെറ്റാക്കി കയ്യിൽ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് ഒന്ന് സെറ്റാക്കി ഉടുപ്പ് അങ്ങനെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഓൾറെഡി പൊട്ടെല്ലാം തൊട്ടതുകൊണ്ട് പിന്നെ വേറെ ഒന്നുമില്ല. പിന്നെ ആളെ ഒന്ന് ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട് പൊട്ട് തൊടാൻ ആൾക്ക് അങ്ങനെ ചെറിയൊരു ഇഷ്ടമൊക്കെ ഉണ്ട്. ഇങ്ങനെ വെച്ച് തരും പൊട്ട് തൊടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് പൊട്ട് തൊടുന്നത് കുറച്ച് ഇഷ്ടമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ ചുമ്മാ ഒന്ന് മുടിയൊന്ന് മാടിക്കൊടുത്ത് പൊട്ടൊന്ന് തൊട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കണ്ണ് തിരുമ്മിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഉറക്കം അങ്ങ് മതിയായിട്ടില്ല എന്ന് തോന്നുന്നു. ഉറങ്ങി എണീറ്റാലും പിന്നെ ഉറക്കം വരുന്ന പോലെ ഉണ്ട്. അങ്ങനെ ചിരിക്കാനൊക്കെ പണിയാണ്. അപ്പോൾ ഞാൻ ചിരിപ്പിക്കാൻ വേണ്ടി നോക്കുമായിരുന്നു. മുടിയാണെങ്കിൽ എത്ര മാടി വെച്ചാലും അങ്ങോട്ട് സെറ്റായിട്ട് അങ്ങോട്ട് നിൽക്കില്ല. അങ്ങനെയാണ്. അത് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോഴേക്കും അതെല്ലാം പോവും. പിന്നെ ചെറുതായിട്ടൊന്ന് മുടിയൊന്ന് ചെറുതായിട്ട് മാടി വെച്ചു. എന്നിട്ട് പിന്നെ ചെറുതായിട്ട് പൊട്ടൊന്ന് ആളെ പറ്റിക്കാൻ വേണ്ടി ഒന്ന് തൊട്ട് കൊടുക്കാമെന്ന് പറഞ്ഞാൽ തൊട്ട് കൊടുക്കുന്നുണ്ട്. ആൾക്ക് മനസ്സിലായില്ല പൊട്ട് തൊടുകയെന്ന് പറഞ്ഞത്. പിന്നെ മനസ്സിലായപ്പോൾ ആൾ വെച്ച് തന്നായിരുന്നു കേട്ടോ പൊട്ട് തൊടാൻ വേണ്ടിയിട്ട്. നമുക്കിങ്ങനെ ഈ കൺമഷീൻ്റെ ഉള്ളിൽ ഇങ്ങനെ കറുത്ത ആ ഒരു കളറെല്ലാം കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ഇങ്ങനെ നോക്കി നിൽക്കുന്നതൊക്കെ. എന്നിട്ട് പിന്നെ ഞങ്ങൾ പൊട്ടൊക്കെ തൊട്ടു. പിന്നെ ആളൊന്ന് ഓക്കെ ആക്കി. പിന്നെ ഞാൻ വിചാരിച്ചു ഞാനും ഒന്ന് പോയിട്ടൊന്ന് ഒന്ന് ഡ്രസ്സൊക്കെ പൗഡറൊന്നും ഇട്ടാൽ നോക്കിയായിരുന്നു. അപ്പോഴാണ് ആൾ വാ തുറന്നത്. എന്തോ തിന്നാനാന്ന് വിചാരിച്ചിട്ട്. നമ്മൾ ചുണ്ടിൻ്റെ അടുത്ത് എന്തെങ്കിലും ഒന്ന് കൈ കൊണ്ട് ചെന്നാൽ ആൾ അപ്പോഴേക്കും വാ തുറക്കും. ഇനിയിപ്പോൾ എന്തോ തിന്നാനാണോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെയാണല്ലോ. അപ്പം ഏകദേശമൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ആളോട് ഞാൻ ടാറ്റ കൊടുക്കാൻ പറഞ്ഞായിരുന്നു. ഇപ്പം ഭയങ്കര കച്ചറയായതുകൊണ്ട് ടാറ്റയൊന്നുമില്ല. അവിടെ നിന്ന് എണീറ്റ് ഓടാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഒരു ടാറ്റയില്ല. ദേഷ്യം പിടിച്ചിട്ട് ഫോണൊക്കെ എടുത്ത് എറിയാൻ വേണ്ടിയിട്ട് തത്രപ്പാടായിരുന്നു. ദേഷ്യവും വരുന്നുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഞാൻ റെഡി ആവാൻ വേണ്ടി പോവാണ് കേട്ടോ. പിന്നെ ഞാൻ ആളെ ഒന്ന് ഓക്കെ ആക്കി. എന്നിട്ട് പിന്നെ ഏകദേശമൊക്കെ ഒന്ന് ഓക്കെ ആക്കി. ഭയങ്കര ഒരു ദേഷ്യഭാവത്തിലായിരുന്നു. ഒന്ന് ചെറുതായിട്ട് ഓക്കെ ആക്കിയിട്ട് ഞാൻ റെഡി ആവാൻ വേണ്ടി പോയി. അപ്പോൾ നമ്മൾ ഇപ്പോൾ വൈകുന്നേരമായി സമയം. അപ്പോൾ നമ്മൾ പുറത്തേക്കൊന്ന് പോവാണ്. തൊട്ടടുത്തൊരു പാർക്കുണ്ട്.